നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 27, 28, 29 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിന് പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷഫലങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ജ്യോതിഷം പറയുന്നത് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ സംവിധാനമുള്ളവർ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ മറുപടി പറയാം. ദയവേത് ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാളും ചെയ്യരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ 27 ഉച്ചയ്ക്ക് 2:07 PM മുതൽ നവംബർ 29 രാത്രി 8:33 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് അത്ര വലിയ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല, എങ്കിലും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. പാപഗ്രഹങ്ങൾ 3 പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഞായറാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചന്ദ്രൻ അനുകൂലമാണ്. 4 ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നതെങ്കിലും കാര്യമായ ഒരു നേട്ടമില്ലാത്ത ദിവസങ്ങളായിട്ട് ഇത് അനുഭവപ്പെടും. പൊതുവെ മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ധനവരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ഭാഗ്യപരീക്ഷങ്ങളിൽ നേരിയ സാധ്യതയുണ്ട്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ അനുകൂലമാണ്. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ സർവകാര്യ വിജയം ഉണ്ടാവേണ്ടതാണ്, എങ്കിലും കാര്യമായ ഗ്രഹങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായിട്ട് തൽക്കാലമില്ല. പക്ഷേ അത് ഡിസംബർ 5 കഴിയുമ്പോഴത്തേക്ക് വലിയ മാറ്റം വരും. ചൊവ്വയും സൂര്യനും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമ കാര്യങ്ങളിൽ അല്പം പ്രശ്നങ്ങളൊക്കെ പുതുതായിട്ട് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു നേട്ടം ഉണ്ടാവേണ്ടതാണ്, പക്ഷേ അത് അത്ര വലുതായിട്ട് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ ഒക്കില്ല. ഏകദേശം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇടവൻ രാശിക്ക്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാനം 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. കുറച്ച് കാലമായിട്ട് മിഥുനം രാശിക്ക് വളരെയധികം നല്ല കാലമാണ്, പക്ഷേ അതിൻ്റെ ഭാഗ്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അത് മാത്രമല്ല, ഡിസംബർ 5 വ്യാഴം പ്രതികൂലമാവും. അപ്പോൾ ഡിസംബർ 5 മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിക്കാൻ കഴിയും. പിന്നെ സൂര്യൻ അനുകൂലമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് ഈ വൃശ്ചിക മാസം മുഴുവൻ മിഥുനം രാശിക്ക് നേട്ടങ്ങളുണ്ടാവും. പിന്നെ പിതൃഗുണം, സന്താന നേട്ടം, ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്, ദൈവാധീനമുണ്ട്. ഇപ്പോൾ അത് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടാണ് പറയുന്നത്. ഇത് വ്യാഴം അനുകൂലമായതുകൊണ്ട് സർവ്വവിധ സൗഭാഗ്യം, ദൈവാധീനം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്,
ഭൗതിക സുഖങ്ങൾ ഇവയെല്ലാം ലഭിക്കും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് എങ്കിലും അത് ഡിസംബർ 5 ആകുമ്പോഴത്തേക്ക് വ്യാഴം പ്രതികൂലമായതുകൊണ്ട് അതിനു മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി കർക്കിടകം രാശി. പുണർദം ആദ്യ പാദം, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അത്ര നല്ല ദിവസങ്ങളൊന്നും ആയിരിക്കില്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് 4 ഗ്രഹങ്ങൾ നിൽക്കുന്നു. ബുധനും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ 3 ഗ്രഹങ്ങളാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴം, ചന്ദ്രൻ, സർപ്പം ഇവ പ്രതികൂലമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച നമ്മൾ ശിവന് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ബുധനും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാകും, എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാകും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഡിസംബർ 5 തൊട്ട് നേട്ടങ്ങൾ വന്നു തുടങ്ങും, എങ്കിലും ഇവിടെ നമുക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, വെള്ളിയാഴ്ച ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചിങ്ങൻ രാശിക്ക് അത്ര വലിയ മെച്ചമുള്ള ദിവസങ്ങളല്ല, അല്പം ദോഷാധിക്യമൊക്കെ ഉള്ള ദിവസങ്ങളാണ്. ധനപരമൊക്കെ ഒരു പരിധിവരെയൊക്കെ ഉണ്ടാവും. അത്യാവശ്യം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കും, എങ്കിലും പൊതുവെ അവർക്ക് അല്പം ദോഷാധിക്യം പറയാവുന്ന ദിവസങ്ങളാണ്, ചന്ദ്രൻ അനുകൂലമായിരുന്നിട്ട് പോലും. ഓക്കെ, ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. അത് ഭാഗ്യത്തിന് ഏകദേശം 3 വർക്കിംഗ് ഡേയ്സ് വരുന്നു. 8 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇതേപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. കന്നിരാശിക്ക് അമ്പരപ്പിക്കുന്ന ധനവരവെന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടിവെട്ട് സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ തിരുമേനി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. അതിനെപ്പറ്റി കാര്യമായിട്ട് ഞാൻ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ എല്ലാവരും കാണാൻ ശ്രമിക്കാം, കന്നിരാശിക്കാർ മാത്രമല്ല. കാരണം പൊതുവിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറയുന്നത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവർക്ക് ഉള്ള മറുപടി സുവ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കന്നിരാശിക്ക് സർവ്വവിധ സൗഭാഗ്യം, എല്ലാ തരത്തിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. എങ്കിലും ശനി ഇവർക്ക് പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവനും അയ്യപ്പനും ശനിക്ക് വഴിപാട് നടത്തുക. പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ സന്താന നേട്ടം, തൊഴിൽപരമായിട്ട് വിജയം, അത് ഈ വൃശ്ചികമാസം മുഴുവൻ കന്നിരാശിക്കാർക്ക് നേട്ടങ്ങളുള്ള മാസങ്ങളാണ്. തൊഴിൽപരമായിട്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങളുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മറികടക്കാൻ സാഹചര്യം ഉണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് വരും. അതുപോലെ സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ കന്നിരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അല്പം ഗുണമൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷേ അത് ഡിസംബർ 5 തൊട്ട്
മാറ്റങ്ങൾ വരും. അതുമാത്രമല്ല, ഡിസംബർ 16 തൊട്ട് ധനുമാസം തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുലാം രാശിക്കാരുടെ ദിവസങ്ങളായിരിക്കും, ആ മാസമായിരിക്കും. ആ 30 ദിവസം അടുപ്പിച്ച് 30 ദിവസം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതിന് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അത് നമുക്ക് ധനു മാസത്തെ വരവേൽക്കാനായിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങാം. ഓക്കെ, ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു, ബുധൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വഴിപാട് നടത്തുന്നത് ശ്രേയസ്കരമാണ്. അത്യാവശ്യം വിജയങ്ങളൊക്കെ മിക്കവാറും എല്ലാ കാര്യത്തിനുമൊക്കെ ഉണ്ടാവുമെങ്കിലും പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടുള്ള വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ച ശേഷം എല്ലാ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ധനവരവ് കാര്യമായിട്ടുണ്ടാവും. അത്യാവശ്യം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അവരുടെ നല്ല കാലം ധനുമാസം, ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഇടിവെട്ട് സൗഭാഗ്യം ധനുമാസത്തിൽ ഡിസംബർ 16 മുതൽ ജനുവരി 14 വരെയുള്ള 30 ദിവസം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിരിക്കും. അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും 3 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ടും നിൽക്കുന്നു. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇതൊക്കെ ഒരു പരിധി ഉണ്ടാവും. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു, 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളൊന്നും തന്നെ അത്ര വലിയ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളല്ല. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ കുറച്ച് സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവുമെങ്കിലും അതുപോലെ തന്നെ ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും, സ്വാധീനമുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവിടെ അനുകൂലമാണ്. ശനി, വ്യാഴം, ശുക്രൻ, ചൊവ്വ, സൂര്യൻ ഇവയൊക്കെ അനുകൂലമാണ്. പൊതുരംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെ മറികടക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ തൊഴിൽ ലാഭം, അതായത് മകരം രാശിക്ക് 11ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ഈ വൃശ്ചിക മാസം മുഴുവൻ നമുക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. പറ്റുമെങ്കിൽ
ഭാഗ്യവർദ്ധനവിന് വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും പോവുക, ദർശനം നടത്തുക, പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തുക. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് കർമ്മഭാവത്തിൽ ചൊവ്വയും സൂര്യനും നിൽക്കുന്നു. അപ്പോൾ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും തൊഴിൽ രംഗത്ത്, എങ്കിലും അത് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയും അതുപോലെ കൃഷിയിലൂടെയും ഒക്കെ നേട്ടങ്ങളുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവുമെങ്കിൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. തൊഴിൽ വിജയം ഉണ്ടാവും. അത് ഈ വൃശ്ചികമാസം മുഴുക്കെ ഉണ്ടാവും. വൃശ്ചികം ധനു മാസങ്ങളിലൊക്കെ തൊഴിൽ വിജയം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ ഇവർ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാട് നടത്തുക, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി, പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 27-ാം തീയതി രാവിലെ 4:56 AM മുതൽ രാവിലെ 5:44 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 27-ാം തീയതി 28, 29 തീയതികളിൽ ചെറിയ മാറ്റമുണ്ട്. 4:57 AM മുതൽ രാവിലെ 5:45 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 28, 29 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 27, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 11:51 AM മുതൽ 12:37 PM വരെയാണ് 27, 28 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 29-ാം തീയതി 11:52 AM മുതൽ ഉച്ചയ്ക്ക് 12:37 PM വരെയാണ് 29-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 27-ാം തീയതി ഉച്ചയ്ക്ക് 1:40 PM മുതൽ 3:05 PM വരെയാണ് 27-ാം തീയതി രാഹുകാലം. 28-ാം തീയതി രാവിലെ 10:49 AM മുതൽ ഉച്ചയ്ക്ക് 12:14 PM വരെയാണ് 28-ാം തീയതി രാഹുകാലം. 29-ാം തീയതി 9:24 AM മുതൽ രാവിലെ 10:49 AM വരെയാണ് 29-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 27-11-2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 7, 8, 1, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 28-11-2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 8, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 29-11-2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 8, 5, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 27-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 28-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, 29-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല. ഈ നിറങ്ങൾ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും
സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.